Hi dear students, welcome back to Future Plus Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സ് എന്നുള്ള പേപ്പറിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 2 ആണ്. ദാറ്റ് ഇസ് ദ റൈസ് ഓഫ് ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത്. ആസ് യു ഓൾ നോ, നമ്മൾ നോവൽസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹിസ്റ്ററിയും ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 18th century is marked as a period where novels were distributed on a large scale and certain level of demand arose among English readers. അതായത് 18ാം നൂറ്റാണ്ടാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ നോവൽസിന്റെ ഒരു എവല്യൂഷന് കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട് ബ്രേക്കിന് കാരണം. ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് കുറച്ചധികം നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഡിമാൻഡ് ഓൾസോ ഡ്യൂ ടു ദ പീപ്പിൾ ഡിസയർ ഫോർ റീഡിങ് അബൌട്ട് എവറി ഡേ ഇവന്റ്സ്. അതായത് എന്തുകൊണ്ടാണ്, ഒരു സിമ്പിൾ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് 18ാം നൂറ്റാണ്ടിൽ നോവൽസിന് ഇത്രമാത്രം പോപ്പുലാരിറ്റി കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ ആൾക്കാർക്ക് ഈ ഒരു റിലീജിയസ് ബിലീഫിൽ നിന്നൊക്കെ ഒരു ഇതായിട്ട് ആകെ അവർക്ക് ഡ്രാമ കാണാൻ പോവുക, പ്ലേസ് കാണാൻ പോവുക എന്നുള്ളൊരു എന്റർടൈനിങ് ഓപ്ഷൻസ് മാത്രമേ അന്ന് കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫീസ് വളരെ കൂടുതലാണ്. അതിന് പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഒരു ടിക്കറ്റ് എടുത്ത് പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം, മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊന്നായിരുന്നില്ല. സോ വാട്ട് ദേ ഡിഡ് ഈസ്, അപ്പോഴാണ് ഈ നോവൽസിന്റെ ഒരു ഔട്ട് ബ്രേക്ക് വന്നതും നോവൽസ് ഉണ്ടായി തുടങ്ങിയതും. അങ്ങനെ ഒരു പീസ് ഓഫ് ബുക്ക് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് നോവൽ വാങ്ങിച്ച് വായിക്കാൻ ദേ ക്യാൻ അഫോർഡ്, സോ ദേ സ്റ്റാർട്ടഡ് റീഡിങ് ദം. അപ്പൊ അതിന്റെ ഒരു അഫോർഡബിലിറ്റിയും കൂടി കണക്കിൽ എടുത്തിട്ടാണ് അവർ ഈ നോവൽസിനെ ഇത്രമാത്രം പോപ്പുലർ ആക്കിയത്. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു. അപ്പൊ ആ ഒരു 18ാം നൂറ്റാണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാസ് എമൗണ്ട് ഓഫ് മിഡിൽ ക്ലാസ് ഫാമിലിയും റൈസ് ചെയ്ത് വന്നു. ആ സാഹചര്യത്തിലാണ് നോവൽസിന് ഇത്രമാത്രം എന്ത് കിട്ടിയത്, അക്ലമിനേഷൻ കിട്ടിയത്. സോ ദിസ് ഡിമാൻഡ് ഓൾസോ ഡ്യൂ ടു ദ ലിവ്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെ അവരുടെ എവറിഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ദേ കൻ റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടും കൂടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. സം ഓഫ് ദ ഏർലിയസ്റ്റ് നോവൽസ് ഇൻക്ലൂഡ് റോബിൻസൺ ക്രൂസോ ആൻഡ് ടോം ജോൺസ്, which were respectively written by Daniel Defoe and Henry Fielding. So it happened that this century was replete with the literature in all its forms, poetry, drama, satire and novels especially. This period saw the development of modern novel as a major literary genre. Many novelists who revolutionized the spheres of the literature genre can be dated back to this century. Novelists like Thomas Malory, William Baldwin, Margaret Cavendish, John Lyell-Hughes, Jonathan Swift, William Sidney, William Caxton, Daniel Defoe, John Bunyan, Ephra Baylis, ഇത്രയും റൈറ്റേഴ്സ് ആണ് വളരെ ഫേമസ് ആയിട്ട്. അതിൽ നമുക്ക് നോവൽസ് എന്ന് പറയുമ്പോൾ 2 റൈറ്റേഴ്സിനെ എപ്പോഴും നിങ്ങൾ എഴുതി വെക്കണം. ദാറ്റ് ഇസ് ഡാനിയൽ ഡീഫോ ആൻഡ് ഹെൻറി ഫീൽഡിംഗ്. ഡാനിയൽ ഡീഫോന്റെ റോബിൻസൺ ക്രൂസോ ഒരു എക്സാമ്പിൾ ആണ്, ഹെൻറി ഫീൽഡിംഗിന്റെ ടോം ജോൺസ് ഒരു എക്സാമ്പിൾ ആണ്. ഇത് 2 നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സം ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ നോവൽസ് ഓഫ് 18th century എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ റൈറ്റേഴ്സ് ഉണ്ട്. ജോണതൻ സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽസ്, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജോണതൻ സ്വിഫ്റ്റിന്റെ ടെയിൽ ഓഫ് എ ടബ്, ആർക്കേഡിയ, പിന്നെ അതുപോലെ തന്നെ എഫ്രാ ബെഹന്റെ ഉറാനിക്കോ, അതുപോലെ തന്നെ സോ കോൾ ഇതിനെ കുറിച്ച് പറയുന്നത്. ദീസ് ആർ സം ഓഫ് ദ ഏർലിയസ്റ്റ് നോവൽ ഇൻക്ലൂഡിംഗ് റോബിൻസൺ ക്രൂസോ ആൻഡ് ടോം ജോൺസ്, written by Defoe and Henry Fielding. And the novel was popular because it could reach large audience. നോവൽസ് ഭയങ്കര പോപ്പുലർ ആയത് അത് ഒരുപാട് ഓഡിയൻസിലേക്ക് അത് എത്തിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഈവൻ ദോസ് ഹൂ കുഡ് നോട്ട് അഫോർഡ് എ ടിക്കറ്റ് ഇൻ ടു തിയേറ്റർ, അതാണ് അതിൽ ഇവിടെ ഞാൻ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രോത്ത് ഓഫ് ദ നോവൽ ക്യാൻ ബി ഓൾസോ ബി attributed to need of individuals to create something new, something different. The social and intellectual circle longed for something completely new yet individualized. The people wanted stories that mirrored their own lives, stories and a recognizable nature, and this need birthed the novel. And furthermore, the rise of the middle class in 18th century have a direct effect on the rise of the novels. David Deutsch, a historian, said the novel was in a large measure the product of the middle class, appealing to middle class ideals and sensibilities, a patterning of imagined events set against a clearly realized social background, and taking his view of what was significant in human behavior from agreed public attitudes എന്ന് പറയുന്നു. ഓക്കെ, സോ ആ ഒരു ഇന്റലക്ച്വൽ സർക്കിളിനെ കുറിച്ചും അവിടെ ആക്ച്വലി പറയുന്നുണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും. അനദർ ഫാക്ടർ റെസ്പോൺസിബിൾ ഇസ് പോപ്പുലാരിറ്റി ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ 17th century. ഒരു 17ാം നൂറ്റാണ്ടില് ഗ്രോത്ത് ഓഫ് പീരിയോഡിക്കൽസും അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സും അവിടെ ഇൻക്രീസ് ആയി. അതിന് എക്സാമ്പിൾ ആണ് പമേല ബൈ സാമുവൽ റിച്ചാർഡ്സിന്റെ പമേല. അവിടെ ഒരുപാട് സീരീസ് ഓഫ് ലെറ്റേഴ്സും അതുപോലെ തന്നെ അതൊരു സീരീസ് ഓഫ് ലെറ്റേഴ്സിന്റെ ഒരു നോവലാണ് പമേല, നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് ഇൻ ടു നോവൽ, അത് പിന്നീട് നോവലാക്കി മാറ്റിയതാണ്. സോ ലോവർ ക്ലാസ്സിലെ ആൾക്കാരുടെ ഇടയിലും ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്.
പിന്നെ വരുന്നൊരു കാര്യം, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ദാറ്റ് crippled England after the glorious revolution of 1689 could also be regarded as one factor that gave rise into the novel in 18th century. This is because the democratic system emphasized commoner stories who were the subjectors in many of the novels written during this period. Also, the novels by Richardson, Sterne, Smollett and Fielding center around commoners' lives rather than that of the ruling class എന്ന് പറയുന്നു. So conclusively 18th century എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് നോവലിന് വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അതിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു, റീസൺ ഉണ്ടായിരുന്നു, സറ്റാറിക്കൽ സ്പിരിറ്റ് ഉണ്ടായിരുന്നു, റിലിജിയസ്റ്റ് മൂവ്മെന്റും അതിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നു. ആൻഡ് അതുപോലെ തന്നെ അവിടെ മിഡീവൽ റൊമാൻസിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ട്രാൻസ്ലേഷൻസ് ഒരുപാട് ഉണ്ടായി. അതായത് ഗ്രീക്ക് റോമൻ റൈറ്റേഴ്സിൽ നിന്നും ഒരുപാട് ട്രാൻസ്ലേഷൻ, ക്ലാസിക്കൽ നോവലിൽ നിന്നുള്ള ഒരുപാട് ട്രാൻസ്ലേഷൻ, അതായത് അതൊക്കെ ആ ഭാഷയിലാണ്, ഗ്രീക്കില്, ലാറ്റിനില്, റോമനില്, അതിനൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതും ആ ഒരു കാലത്താണ്. ഓക്കെ, റോബിൻസൺ ക്രൂസോ ടെയിൽ എ സ്റ്റോറി നറേറ്റഡ് ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ വിച്ച് മേക്സ് വെരി പേഴ്സണൽ ആൻഡ് ഒത്തന്റിക്. ഡാനിയൽ ഡീഫോന്റെ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ നറേറ്റീവും കൂടിയാണ് അത് പറയുന്നു. പിന്നെ ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇംഗ്ലീഷ് നോവൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കുക. ദാറ്റ് ഈസ് 18th century ഇംഗ്ലീഷ് നോവൽ മെയിൻ ക്യാരക്ടേഴ്സ് റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും, വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്, സോഷ്യൽ സ്ട്രാറ്റ, സിറ്റിംഗ്സ്, കോംപ്ലക്സിറ്റി ഒക്കെയാണ്. റൊമാൻസ് നോവൽ 18th century ഒരുപാട് റൊമാൻസ് നോവലുകൾ വന്നിട്ടുണ്ട്, അതിന്റെ ഐഡിയലിസം പാറ്റേണൈസ്ഡ് ആയി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നോവൽ ഇല്ലുസ്ട്രേറ്റഡ് ദ റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് മിഡിൽ ക്ലാസിന്റെ ഒരു നല്ല എക്സ്പോഷർ കാരണമാണ് ഈ നോവൽസ് സസ്റ്റെയിൻ ചെയ്ത് പോയത് തന്നെ. അവർ കൂടുതൽ അവരുടെ റീഡർഷിപ്പും അവർ കാരണം ഒരു നല്ല റീഡബിലിറ്റി നോവൽസിന് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അത് സസ്റ്റെയിൻ ചെയ്ത് പോയത്. ആൻഡ് ടിപ്പിക്കൽ എവറി ഡേ മിഡിൽ ക്ലാസ് പീപ്പിൾ ഓഫ് മെനി ഡിഫറെന്റ് പ്രൊഫഷൻസ്, ഇറ്റ് വാസ് നോ വണ്ടർ ദാറ്റ് the readers found the sense, weakness and travails of these characters quite relatable. നാലാമത്തത്, although the English novel tried to person its ideas logically, one thing that stood for was choice of words and writing style. നല്ല രീതിയിലുള്ള വേർഡ്സ് ചൂസിങ്ങും റൈറ്റിംഗ് സ്റ്റൈലും ഉണ്ടായപ്പോഴാണ് കൂടുതലായിട്ടും റീഡബിലിറ്റി അതും ഒരു മിഡിൽ ക്ലാസിന്റെ ഇടയിൽ നോവൽസിന് ഉണ്ടായത്. ഇറ്റ് വാസ് യൂണീക്ക് ഇൻ ഇറ്റ്സ് സിംപ്ലിസിറ്റി, നത്തിങ് ഗ്രാൻഡിയോസ് ഓർ എക്സാജറേറ്റഡ്, ജസ്റ്റ് പ്ലേ ഓൺ വേർഡ്സ് ടു ബെറ്റർ എക്സ്പ്രസ് വൺസ് ലോജിക്കൽ റീസണിംഗ് റിഗാർഡിംഗ് ദ ടോപ്പിക് ഇൻ ക്വസ്റ്റ്യൻ. അതായത് അതിൽ കൂടുതലായിട്ട് നമുക്ക് ഒന്നും പൊലിപ്പിച്ച് എഴുതാനൊന്നുമില്ല, മറിച്ച് ഒരു കൈൻഡ് ഓഫ് ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒരാളുടെ ഒരു എക്സാജറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. റിയൽ ലൈഫ് എക്സ്പ്രഷനെ കുറിച്ചും ലോജിക്കൽ ആയിട്ടുള്ള റീസണിങ്ങിനെ കുറിച്ചും വളരെ ആപ്റ്റ് ആയിട്ട് വാക്കുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു വേർഡ് പ്ലേ, അതാണ് ഈ നോവൽസിനെ ഇത്രയും പോപ്പുലർ ആക്കാൻ കാരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത യൂണിറ്റിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.